വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു പക്ഷേ മീനും കപ്പയും വെച്ച് ഇതുപോലൊരൈറ്റം നമ്മളാരും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഒന്ന് പരിശീലിച്ച് നോക്കണേ. അയില കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം തേച്ച് പൊരിച്ചെടുത്ത് മുള്ള് നീക്കി വെച്ചതാണിത്. ഇനി നമ്മുടെ സ്വന്തം കപ്പ നല്ല പൊടിയുള്ള വേവുന്ന കപ്പയായിരിക്കണം. അതിനെ ചെറുതായി നുറുക്കിയെടുത്ത് ഉപ്പിട്ട് വേവിച്ച് ഉടച്ച് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള പൊടിയായി അരിഞ്ഞതാണ്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കുറച്ച് അധികം തന്നെ ചേർത്തോളൂ, നല്ല ടേസ്റ്റായിരിക്കും. ഇനി അതിനല്പം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരിക്കലുണ്ടാക്കി നോക്കിയാൽ പിന്നെയും ഉണ്ടാക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. ഇതിനകത്തേക്ക് ഞാൻ ക്യാരറ്റും ബീൻസ് പൊടിയരിയും ചേർത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ചേർത്തത് അല്പം മല്ലിയിലയാണ്, അത് കുറച്ചധികം ചേർക്കുന്നത് നന്നായിരിക്കും. ഇനി എല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഫിഷ് മസാലയാണ്. അത് ഏത് കമ്പനീൻ്റെ മസാലയായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റായിരിക്കും. ഇത് ചേർക്കാതിരിക്കരുത്, തീർച്ചയായിട്ടും ചേർക്കണം. ഇനി അതിനെ അത്യാവശ്യം ചേർത്തോളൂ, ഒരുപാട് അധികം ആവണ്ട, തീരെ കുറയും വേണ്ട. ഇനി നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേവിച്ച് ഉടച്ച് വെച്ച നമ്മുടെ സ്വന്തം കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിനെ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിനെ മുട്ട അടിച്ചതിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം റൊട്ടിപ്പൊടിയിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിൽ നല്ല ഗോൾഡൻ കളറാകുന്നവരെ വറുത്ത് കോരിയെടുക്കാം. അടിപൊളി ടേസ്റ്റായിരിക്കും. ഒരു പൊട്ടറ്റോ ഒക്കെ അങ്ങോട്ട് മാറി നിൽക്കും, അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കണ്ടില്ലേ, അടിപൊളി, കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എന്താണ് കപ്പയാണോ ഉരുളക്കിഴങ്ങാണോ എന്നൊന്നും പറയാൻ കഴിയില്ല, അത്രയും രുചിയായിരിക്കും. ഓക്കെ, ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.